ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. മലയാളികൾക്ക് ഒരു സന്തോഷ വാർത്ത. കേരളത്തിന്റെ പ്രതിഷേധ മുഖം കണ്ട, കേരളത്തിന്റെ പ്രക്ഷോഭ ജ്വാല കണ്ട, കേരളത്തിന്റെ മതേതരത്വ മുഖം കണ്ട് അമിത്ഷാ കേരളത്തോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നടത്താനിരുന്ന മഹാറാലിയോട് അമിത്ഷാ ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നു. കേരളത്തിലെ സംഘപരിവാറിന് ഇത് വമ്പൻ തിരിച്ചടിയാണ്. ഈ തിരിച്ചടിയെ അവർ ന്യായീകരിച്ച് സോഷ്യൽ മീഡിയകളിൽ കടന്നു വരുന്നുണ്ട്. പക്ഷേ ആ ന്യായീകരണമല്ല ശരി, മറിച്ച് കേരളത്തിൻ്റെ പ്രതിഷേധ മുഖം തന്നെയാണ്, കേരളത്തിൻ്റെ ഒറ്റക്കെട്ട് തന്നെയാണ് അമിത്ഷാ കേരളത്തോട് ബായ് പറയാനുള്ള കാരണം. ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ 2 വാർത്തകൾ ചെയ്തിരുന്നു. അതിൽ ആദ്യ വാർത്ത എന്ന് പറയുന്നത് കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. അമിത്ഷാ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്രത്തിന് ഒരു കത്തയക്കണമെന്ന് സഖാവ് പിണറായി വിജയനോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെയ്ത ഒരു വാർത്ത എന്ന് പറയുന്നത് ചില വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. 90% അമിത്ഷാ കേരളത്തിലേക്ക് വരാൻ സാധ്യതയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. 10% മാറ്റിവെച്ചതാണ്. എന്നാൽ ഇപ്പോൾ 100% പറയുന്നു. BJP-യുടെ വൃത്തങ്ങളിൽ നിന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയക്കകത്ത് തന്നെ ഈ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടുണ്ട്. അതേപോലെ ചില വൃത്തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ട് എന്ന് പറയുന്നത് അമിത്ഷാ കേരളത്തിലേക്ക് ഒരു കാരണവശാലും 15-ാം തീയതി വരില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അമിത്ഷാ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്ത് പോയിരുന്നു. പക്ഷേ കേരളത്തിൽ ഇവിടെ SDP അടങ്ങുന്ന, കോൺഗ്രസ് അടങ്ങുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധമുഖവുമായി, പ്രക്ഷോഭമുഖവുമായി അമിത്ഷയെ നേരിടുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ അമിത്ഷയുടെ സുരക്ഷയെ ഭീഷണിയായേക്കാം എന്നുള്ള രീതിയിൽ പരിഗണിച്ച് രഹസ്യാന്വേഷണ വിഭാഗം കേന്ദ്രത്തോട് ഈ കാര്യം പറഞ്ഞു എന്നുള്ളതാണ് ചില വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് അമിത്ഷാ കേരളത്തിലേക്ക് വരികയില്ല എന്ന റിപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അമിത്ഷാ വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കേരളത്തിലെ BJP രംഗത്ത് വന്ന് പറയുന്നു അത് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് എന്ന്. പക്ഷേ നേരത്തെ അങ്ങനെ ഒരു തീരുമാനമുണ്ടായിരുന്നില്ല. അമിത്ഷാ 15-ന് മുൻപോ അല്ലെങ്കിൽ 15-നോ 15-ന് ശേഷമോ അമിത്ഷാ കേരളത്തിലേക്ക് വരുമെന്ന് BJP വൃത്തങ്ങളിൽ നിന്ന് തന്നെ ലഭിച്ച റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അമിത്ഷാ വരാത്തതിനെ ന്യായീകരിച്ചു വരുന്ന സംഘമിത്രങ്ങളോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇത് കേരളമാണ്, ഞങ്ങൾ മലയാളികളാണ്, ഇവിടെ മതേതരത്വമുണ്ട്. ആ മതേതരത്വത്തിനെ തകർക്കാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.